ധീരനും പരാക്രമിയുമായിരുന്നെങ്കിലും അവൻ ഒരു കുഷ്ഠരോഗിയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് നന്മ അദ്ദേഹത്തിനുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്, രാജാവിൻ്റെ സംപ്രീതിയുണ്ട്, എല്ലാത്തിലും വിജയമാണ്, തൊട്ടതെല്ലാം വിജയിക്കുന്നു. ഇതൊക്കെ ആണെങ്കിലും നാമാൻ ഒറ്റയ്ക്കിരിക്കുമ്പം നാമാന് ഭയങ്കര സങ്കടമാണ്, നാമാന് ഭയങ്കര വേദനയാണ്. എന്താ? നാമാൻ്റെ ശരീരം മുഴുവനും കുഷ്ഠം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നാമാൻ പറയുന്നത് എങ്ങനെയാണ്? എനിക്ക് മാത്രം ഈ കുഷ്ഠം. ഇത് ഒരു വിധത്തിൽ എത്രമാത്രം ചികിത്സിച്ചതാണ്, എത്രമാത്രം ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചതാണ്. ആരൊക്കെ പ്രാർത്ഥിച്ചു അല്ലേ? ആരൊക്കെ പ്രാർത്ഥിച്ചു? എവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചു? ഏതൊക്കെ ഡോക്ടർമാർ ചികിത്സിച്ചു? ഏതൊക്കെ ആശുപത്രി പോയി? ഇന്ന് വരെ പോയ ഒരു കാര്യം ഗുണപ്പെട്ടിട്ടില്ല. ചെറുപ്പത്തിൽ കുഷ്ഠരോഗിയായിരുന്ന സമയത്ത് ചെറുപ്പത്തിൽ മാതാപിതാക്കന്മാരെ നോക്കിയിട്ടുണ്ടാവും. പിന്നെ പട്ടാളത്തിലൊക്കെ ആയിക്കിടന്ന് രാജാവ് കുറേ നോക്കിയിട്ടുണ്ടാവും. അതുകൂടാതെ ഇദ്ദേഹം തന്നെ കുറേ പ്രാർത്ഥിച്ചു ചികിത്സയൊക്കെ നോക്കിയിട്ടുണ്ടാവും. കല്യാണം കഴിഞ്ഞ ഭാര്യ വീട്ടുകാർ കുറേ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. എല്ലാവരും നോക്കി, എന്നാലും ഇപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും ഉണ്ട്, പക്ഷേ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഹെൽപ്ലെസ്, നിസ്സഹായ അവസ്ഥ. ആർക്കും സഹായിക്കാൻ പറ്റുന്നില്ല, നിസ്സഹായ. രാജാവിന് താല്പര്യമുണ്ട്, എത്ര പണം വേണമെങ്കിലും മുടക്കാൻ റെഡി, കാര്യം നടക്കുന്നില്ല. ഭാര്യ വീട്ടുകാർക്ക് താല്പര്യമുണ്ട്, എവിടെ വേണമെങ്കിലും കൊണ്ടാകാൻ റെഡി, കാര്യം നടക്കുന്നില്ല. ഇതുപോലെ ആയിരിക്കും പലരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥ. ഒരുപാട് പ്രാർത്ഥിച്ചു, നടക്കുന്നു. ഇനി എന്ത് പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത് എന്നാണ് ചിന്തിക്കുന്നത് അല്ലേ? ഇനി എന്താ ചെയ്യാനുള്ളത് എന്നാണ് ചിന്തിക്കുന്നത്. ഉപവാസം പ്രാർത്ഥിച്ചു, 3 വർഷം എന്താ പറയണത്, ജലപാനം പോലും ഇല്ലാതെ പ്രാർത്ഥിച്ചു. വെളുപ്പിന് 3 മണിക്ക് പ്രാർത്ഥിച്ചു. ഇനി എന്താ ചെയ്യാനോ? കുരിശിൻ്റെ വഴി പ്രാർത്ഥിച്ചു, കുർബാനയ്ക്ക് പോയി, പിന്നെ അത്തപ്പാടി പോയി, സെഗുവന് പോയി, വട്ടായച്ചനെ കണ്ടു, സാംസണച്ചനെ കണ്ടു, എല്ലാം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? കാര്യം ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെയാണ് ഇപ്പോൾ പലരുടെ സ്ഥിതി. കാര്യം ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എൻ്റെ കാര്യത്തിൽ എല്ലാം ഉണ്ട്, അല്ല, പക്ഷെ എനിക്കിത് കാര്യം നടക്കണില്ല. ഞാൻ എന്തു ചെയ്യും? അതാണ് പറയണത്, ധീരനും പരാക്രമിയും. ഭയങ്കര കഴിവ്, അദ്ദേഹം ഭയങ്കര കഴിവുള്ളവനാണ്. ഏത് യുദ്ധത്തിന് പോയാലും ജയിക്കും, ഏത് രാജ്യത്തെ തോൽപ്പിക്കും. പക്ഷേ കഴിവ് വായിച്ചു നോക്കിയേ, ധീരനും പരാക്രമിയുമായിരുന്നെങ്കിലും അവൻ ഒരു കുഷ്ഠരോഗി, അവനൊരു വേദനയുണ്ടായിരുന്നു. ഇനി അടുത്തത്, ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ സിറിയാക്കാർ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയിരുന്നു. അവൾ നാമാൻ്റെ ഭാര്യയുടെ പരിചാരികയായി. ഒരു ഇസ്രായേൽ പെൺകുട്ടിയാണത്. അവൾ തൻ്റെ യജമാനത്തിയോട് പറഞ്ഞു, എൻ്റെ യജമാനൻ സമരിയായിലെ പ്രവാചകൻ്റെ അടുത്തായിരുന്നെങ്കിൽ അവൻ എൻ്റെ യജമാനൻ്റെ കുഷ്ഠം മാറ്റുമായിരുന്നു. ഇസ്രായേൽക്കാരി പെൺകുട്ടി പറഞ്ഞ വിവരം നാമാൻ രാജാവിനെ അറിയിച്ചു. സിറിയ രാജാവ് പറഞ്ഞു, ഉടനെ പോവുക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു കത്ത് തരാം. നാമാൻ 10 താലന്ത് വെള്ളിയും 6000 ഷെക്കൽ സ്വർണവും 10 വിശിഷ്ട വസ്ത്രങ്ങളും എടുത്ത് യാത്ര. നാമാൻ ഒരുപാട് സ്വത്ത് കയ്യിലെടുത്തു. 6000 ഷെക്കൽ സ്വർണം എന്ന് പറഞ്ഞാൽ 60 കിലോ സ്വർണ്ണമാണ്. ഒരു കിൻഡലിൻ്റെ അടുത്ത് സ്വർണ്ണമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട്. 10 വിശിഷ്ട വസ്ത്രങ്ങൾ, ആ രാജകീയ വസ്ത്രങ്ങൾ 10 എണ്ണം അങ്ങ് എടുത്തു വെച്ചു. പിന്നെയോ അങ്ങനെ ഒരുപാട് പരിപാടികൾ. എന്നിട്ട് അങ്ങോട്ട് പുറപ്പെട്ടു. അവൻ കത്ത് ഇസ്രായേൽ രാജാവിൻ്റെ കൊണ്ടു കൊടുത്തു. അതിലിങ്ങനെ എഴുതിയിരുന്നു, എൻ്റെ ദാസൻ നാമാനെ കുഷ്ഠരോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാനാണ് ഈ എഴുത്ത്. ഈ രാജാവ്, സിറിയ രാജാവ് ഇസ്രായേൽ രാജാവിന് എഴുതിയിരിക്കുകയാണ്. ഇസ്രായേൽ രാജാവ് കത്ത് വായിച്ചിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ എന്നോട് ആവശ്യപ്പെടുന്നു. ജീവൻ എടുക്കാനും കൊടുക്കാനും ഞാൻ ദൈവമാണോ? കണ്ടോ, എന്നോട് മലയിടാൻ അവൻ പഴുതു നോക്കുന്നു. ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറി എന്ന് കേട്ടപ്പോൾ ദൈവപുരുഷനായ ഏലീഷ രാജാവിനെ അറിയിച്ചു, നീ എന്തിനാണ് വിഷമിക്കുന്നത്? അവനെ എൻ്റെ അടുക്കൽ വിടുക. അതാണ് നമ്മുടെ ഈ കൗൺസിലിംഗ് നടത്തുന്ന ബ്രദർമാരൊക്കെ, അവൻ എൻ്റെ അടുത്ത് വിടുക. അതാണ് ശുശ്രൂഷ. ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന് അറിയട്ടെ. നാമാൻ രഥങ്ങളും കുതിരകളുമായി ഏലീഷയുടെ വീട്ടുപടിക്കലെത്തി. ഏലീഷ ദൂതനെ അയച്ച് അവനോട് പറഞ്ഞു, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക, നീ ശുദ്ധനായി ശരീരം പൂർവ്വസ്ഥിതിയെ പ്രാപിക്കും. എന്നാൽ നാമാൻ കുപിതനായി മടങ്ങിപ്പോയി.
അവൻ പറഞ്ഞു, എലീഷ എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് തൻ്റെ ദൈവമായ കർത്താവിനെ നാമം വിളിച്ചപേക്ഷിക്കുമെന്നും കരം വീശി കുഷ്ഠം സുഖപ്പെടുത്തുമെന്നും ഞാൻ വിചാരിച്ചു. ഡമാസ്കസിലെ അബാനയും ഭാർഭാറും ഇസ്രായേലിലെ നദികളെക്കാൾ ശ്രേഷ്ഠമല്ലേ? അവയിൽ കുളിച്ച് എനിക്ക് ശുദ്ധി പ്രാപിച്ചുകൂടെ? അവൻ ക്രുദ്ധനായി അവിടെ നിന്ന് തിരിച്ചുപോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇതാണ് നമ്മുടെ നാമാൻ്റെ സ്ഥിതി. അവൻ ക്രുദ്ധനായി അവിടെ നിന്ന് തിരിച്ചുപോയി. എന്താ നാമാൻ്റെ സ്ഥിതി? ഈ ഇസ്രായേൽ രാജാവിന് സിറിയ രാജാവ് നേരിട്ട് കത്തെഴുതി. ഒരുപാട് സ്വർണം വെള്ളിയായിട്ട് സമ്മാനമായിട്ട് നാമാൻ പുറപ്പെട്ടു വന്നു. അങ്ങനെ എലീഷയുടെ വീട്ടുപടിക്കൽ വന്നു. എലീഷയുടെ വീട്ടുപടിക്ക് വന്നപ്പോൾ എലീഷ മൈൻഡ് ചെയ്യുന്നില്ല. എലീഷ ഒരു അക്ഷരം വേണ്ട സംസാരിക്കുന്നില്ല. നാമാൻ കുറച്ചു നേരം അവിടെ നിന്ന്. ഇതുമാതിരിയാണ് ഇവിടെ നിന്നിരിക്കുന്ന പല ആളുകളുടെ സ്ഥിതി. ആ രഥത്തിൽ നിന്ന് ഇതുവരെ താഴെ ഇറങ്ങിയിട്ടില്ല. ഇങ്ങനെ ഇരിപ്പാണ്. എന്താ ഇരിപ്പെന്നറിയോ? ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായി? എലീഷ എന്ത് ചെയ്താൽ ആളെ അഭിവാദനം ചെയ്യാൻ വരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നാമാന് ദേഷ്യം വന്നു. നാമ പറഞ്ഞു, നമ്മളിതിന് ഇവിടെ നിൽക്കണം, നമുക്ക് പോകാം, ഇത് നല്ല പരിപാടിയല്ലോ, ഇങ്ങനെയൊക്കെയാണോ ധ്യാനകേന്ദ്രം എന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ കിടന്ന് ചൂടാകാൻ തുടങ്ങി. അങ്ങനെ നാമ തിരിച്ചു. അപ്പോഴത്തേനും എലീഷ ഭൃത്യനോട് പറഞ്ഞു, ഭൃത്യ, ആ അവിടെ പഠിക്കൽ ഒരു വലിയ രഥവും കുതിരയൊക്കെ കാണും. നീ അവിടെ ചെന്ന് പറയുക, ഇവിടെ ചുറ്റി തിരിഞ്ഞ സമയം കളയണ്ട, അവിടെ ഒരു നദിയുണ്ട്, ആ നദിയിൽ പോയി 7 തവണ കുളിച്ചിട്ട് വിട്ടുപോക്കോളാൻ പറയുക, സുഖം പ്രാപിക്കുമെന്ന് പറയാൻ പറഞ്ഞു. അതുകൊണ്ട് കേട്ടപ്പോൾ നാമാൻ്റെ കൺട്രോൾ പോയി. നാമാൻ കുപിതനായി. നാമ പറഞ്ഞു, കുളിക്കാനാണ് ഇങ്ങോട്ട് വന്നിരിക്കണമെന്ന് ചോദിച്ചു. കുളിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ നദികളില്ലേ, ഈ അട്ടപ്പാടി വന്നിട്ട് വേണം കുളിക്കാൻ. ആലുവ പെരിയാർ അവിടെ കിടക്കണു, പമ്പ നദി അവിടെ, പമ്പയുടെ തീരത്തു നിന്നാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഈ കലക്കവളത്തിൽ കുളിക്കേ? നാമ പറഞ്ഞു, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, പോകാം. ദേഷ്യപ്പെട്ടു, കുപിതനായി അവൻ തിരിച്ചു പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, തിരിച്ചു പോകുമ്പോൾ നാമാൻ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടോ? ഉറക്കെ പറ, ഉണ്ടോ? ഇല്ല. തിരിച്ചു പോയവൻ ദൈവാനുഗ്രഹം പ്രാപിച്ചോ? ഇല്ല. അവൻ എന്താ സംഭവിച്ചത്? അവൻ കുപിതൻ. അപ്പോൾ ഒരു പാവപ്പെട്ട ഭൃത്യനുണ്ട്, നമ്മുടെ ചേച്ചിയുടെ കൊടുത്ത്, നമ്മുടെ ശുശ്രൂഷകരെ കൊടുത്ത് വരുന്ന ബസ് ലീഡർമാരൊക്കെ ഇല്ലേ, അതുപോലെ. ആ ഭൃത്യൻ പറഞ്ഞു, നാമാൻ യജമാനനെ, എന്തായാലും അവിടെ പോയാലും കുളിക്കണം, ഇവിടെ ആണെങ്കിലും കുളിക്കണം. എന്നാൽ പ്രവാചകൻ പറഞ്ഞതിലോട്ട് കുളിച്ചുകൂടെ? ആകെ പോയി ചിലവ് ഒരു തോർത്ത് വാങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇവിടെ എന്തായാലും അവിടെ പോയാൽ കുളിക്കണം, ഇവിടെ നിന്നാണ് കുളിച്ചുകൂടെ? എന്താ പറയണത് നോക്കാമല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ചെറിയ ആളുകൾ പറയുന്നിടത്ത് കർത്താവ് പ്രവർത്തിക്കും. അപ്പോൾ നാമാൻ ഇതൊന്നും ശരി, അത് ശരിയാണല്ലോ, അവിടെ പോയാലും കുളിക്കണം, ഇവിടെയാലും കുളിച്ചേക്കാന്ന് പറഞ്ഞ് നദിയിൽ പോയി 1-ാം തവണ പൊങ്ങി കുഷ്ഠം മാറിയിട്ടില്ല, അങ്ങനെ ഇരിക്കുകയാണ്. 2-ാം തവണ പൊങ്ങി കുഷ്ഠം മാറിയിട്ടില്ല, അതങ്ങനെ തന്നെ ഇരിക്കുകയാണ്. 3-ാം തവണ പൊങ്ങി കുഷ്ഠം മാറിയിട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. 4-ാം തവണ നോ. 5-ാം തവണ യാതൊരു മാറ്റവും ഇല്ല, അതേപോലെ ഇരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, വേറൊരു ബാക്കി പറഞ്ഞാൽ, നിങ്ങൾ ആദ്യ വെള്ളിയാഴ്ച വന്നു, 2 ആദ്യ വെള്ളിയാഴ്ച വന്നു, 3 ആദ്യ വെള്ളിയാഴ്ച വന്നു, നടന്നില്ല എന്ന് വിചാരിച്ച് ഒരു ടെൻഷനും വിചാരിക്കണ്ട. ദൈവമുണ്ട്, ദൈവം പ്രവർത്തിച്ചിരിക്കും. 6-ാം തവണ പൊങ്ങി യാതൊരു മാറ്റമില്ല, അതേപോലെ വന്ന പോലെ തന്നെ. പ്രവാചകൻ പറഞ്ഞെന്താ? 7 തവണ എന്നല്ല പറഞ്ഞേ. 7-ാം തവണ പൊങ്ങി നോക്കുമ്പം കുഷ്ഠം കാണാനില്ല. പരിപൂർണമായും ശരീരത്തിൽ നിന്ന് കുഷ്ഠം അപ്രത്യക്ഷം. ക്ഷണനേരം കൊണ്ട് പരിപൂർണമായും. നോക്കിയ, ഒരാൾക്കും സഹായിക്കാൻ പറ്റാതിരുന്ന ഒരു വലിയ കഠിന ബന്ധനം. ഒരു ഡോക്ടർമാർക്ക് സുഖപ്രദം വരിയില്ല, ഒരു പ്രാർത്ഥനയും ഫലിച്ചിട്ടില്ല, ഒരു നേർച്ച കാഴ്ച ഫലിക്കാതിരുന്ന ഒരു കഠിന ബന്ധനം. എന്താ? ആ പ്രവാചകൻ പറഞ്ഞു, അതുപോലെ ചെയ്തു, കംപ്ലീറ്റ് അങ്ങോട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. ഉടനെ 7-ാം തവണ വലിയ സന്തോഷത്തോടു കൂടിയാണ് നാമാൻ പിന്നെ കയറുന്നത്. ചിന്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ,
ഒരു രാജ്യം മുഴുവൻ നോക്കിയിട്ട് നടക്കാൻ പറ്റാത്തത്, രാജാവിൻ്റെ സർവ്വശക്തിയും കൊണ്ട് നോക്കിയിട്ട് നടക്കാൻ പറ്റാത്തത്, അവരുടെ ആ രാജ്യത്തുണ്ടായിരുന്ന മുഴുവൻ മെഡിക്കൽ സയൻസ് നോക്കിയിട്ട് നടക്കാൻ പറ്റാത്തത്, ബന്ധുമിത്രാദികളുടെ മുഴുവൻ നടക്കാൻ പറ്റും, എല്ലാവരും തലകുത്തി നിന്ന് പ്രാർത്ഥിച്ച് നടക്കാത്തത് എന്തായി? ഒറ്റ സെക്കൻഡ് കൊണ്ട് നടന്നു. ഒറ്റ എന്താ പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. അപ്പം നടന്നു. എലീഷ പറഞ്ഞു, നീ ആ ജോർദാൻ നദി പോയി മുങ്ങിയിട്ട് പോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളോട് ഇങ്ങനെ വലിയ ബഹുമാനമൊന്നും കാണിക്കണം നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ കൊണ്ട് ഓടിപ്പിടിച്ച് വന്ന് 1.5 മണിക്കൂർ സംസാരിക്കണം എന്ന് വിചാരിച്ച് വന്നപ്പോൾ തലയെ കുരിശ് വരച്ച് ആ പൊക്കോ ശരിയായെന്ന് പറയും. ഞാൻ വെള്ളരിക്കുണ്ടിൽ നിന്ന് 10 മണിക്കൂർ യാത്രയും ചെയ്ത് വന്നപ്പോൾ 1/2 മിനിറ്റ് ഓക്കോ അത്ര ഉള്ളൂ. നാമാൻ പറഞ്ഞു, എലീഷ ഇറങ്ങി വരുമെന്നും തൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് കൈകൾ വീശി കുഷ്ഠം സുഖപ്പെടുത്തുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. ഇപ്പം എന്താ? എന്നോട് ഈ കലങ്ങി ഉടത്തി കുളിച്ചിട്ട് പോക്കോളാം. അവർ കുരിശ് പറഞ്ഞിട്ട് ആ പതി പൊക്കോ. ഇതിനു വേണ്ടിയാണ് ഞാൻ 8 മണിക്കൂർ യാത്ര ചെയ്ത് വന്നത്. ചിലർ കോപിഷ്ഠരായി പോകും. ദൈവത്തിൻ്റെ വഴികളൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ അച്ഛനെ കാണില്ല, അവർ പാവപ്പെട്ട ബ്രദറായിരിക്കും. ഇത്രയും വന്ന് ഈ ബ്രദറിനെ കാണാൻ വേണ്ടിയാണ്. ചിലർക്ക് ബ്രദർമാരൊന്നും വരയില്ല. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദൈവത്തിന് എന്താ വല്ല ബുദ്ധിമുട്ടുണ്ടോ മകളെ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതാ പ്രവാചകൻ കലങ്ങിയ വെള്ളത്തിൽ കുളിച്ച് പോക്കോ, അത്രയും അത് മതി. അതിനൊന്ന് വിശ്വസിച്ച് കുളിച്ച് പോവുക. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ 21 ദിവസം കൊന്തയില്ല, നിങ്ങൾ 21 ദിവസം കുരിശിന് വഴി നടത്ത്. ഇങ്ങനെ ദൈവം തരുന്നൊരു വഴി അത് അംഗീകരിക്കാൻ നമ്മുടെ നാമാൻ അംഗീകരിക്കാൻ പറ്റിയില്ല. നാമാൻ പറഞ്ഞ് അപാന പാർപ്പാർ തുടങ്ങിയ നദികൾ, നല്ല നല്ല ജപങ്ങളുള്ള പുസ്തകം എൻ്റെ കയ്യിരിപ്പുണ്ട്. അപ്പോഴാണ് ദേ പറയണു എന്ത്? വെളുപ്പിന് എഴുന്നേറ്റ് സ്തുതിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ ഈ സ്ഥലത്ത് വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വഴികളെ നമ്മൾ അംഗീകരിക്കണം. നമ്മൾ മനസ്സിൽ വിചാരിച്ച് നമ്മുടെ ഒരു മെൻ്റൽ ഫ്രെയിമുണ്ട്, നമ്മളൊരു മുൻവിധിയുണ്ട്. അവിടെ ചെല്ലുമ്പോൾ സോജിയച്ചനെ കാണുമായിരിക്കും, അവിടെ ചെല്ലുമ്പോൾ സാംസത്തിനെ കാണുമായിരിക്കും, അവിടെ ചെല്ലുമ്പോൾ മട്ടാരച്ചനെ കാണുമായിരിക്കും. അങ്ങനെയല്ല, നമ്മുടെ വിധിയൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ. നമ്മൾ വരുമ്പോൾ എന്താണോ ദൈവം തരണം, അതിലാണ് നമ്മുടെ രക്ഷയിരിക്കുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ചിലപ്പോൾ പറയും 100 യേശുനാമ ശക്തി കൊണ്ട് വിതരണം ചെയ്യും. ഉടനെ കച്ചവടം 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 അതിൽ തട്ടി വീണ് പോയി. ചില അതിലൂടെയാണ് കുടുംബത്തിലെ തലമുറകളുടെ വിനാശം വിട്ടുപോകണമെന്ന് കാണാനുള്ള ജ്ഞാനം ഇല്ലാതെ പോയി.